നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലിത്ത സഭയ്ക്കും സമൂഹത്തിനും ദിശാബോധം നൽകിയ ക്രാന്തദർശിയായ ആധ്യാത്മിക ആചാര്യനായിരുന്നുവെന്ന് മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്. മാർത്തോമ സഭയുടെ ആഭിമുഖ്യത്തിൽ വലിയ മെത്രാപ്പോലിത്തയുടെ ജന്മനാടായ കുറിയന്നൂരിലെ സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ സംഘടിപ്പിച്ച സ്മാരക പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇതര മതങ്ങളെ പരിഹസിക്കാതെ സ്വന്തം മതത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്ന രീതിയായിരിക്കണം നാം അവലംബിക്കേണ്ടത് എന്ന് വലിയ മെത്രാപ്പോലിത്ത നിരന്തരം ഓർമ്മിപ്പിക്കുമായിരുന്നു. കുട്ടികളെയും യുവജനങ്ങളെയും വിശ്വാസ അടിത്തറയിൽ ഉറപ്പിക്കുന്നതിനും മിഷൻ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനും സഭയ്ക്ക് കാലാനുസൃതമായ സ്ഥാപനങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കുന്നതിനും വലിയ മെത്രാപ്പോലിത്ത ശ്രദ്ധ പതിപ്പിച്ചു. സഭ ഇന്നലെ, ഇന്ന്, നാളെ എന്ന വിഷയം അടിസ്ഥാനമാക്കി നടത്തിയ പ്രഭാഷണത്തിൽ കുടുംബ സംവിധാനം, കുടിയേറ്റം, സഭയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്നിവയെ അഭിമുഖീകരിക്കുന്നതിന് സഭകൾ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മഹാന്മാരെ പ്രസംഗിക്കുന്നത് മറ്റുള്ളവരൊക്കെ റെക്കോർഡ് ചെയ്ത് നമുക്ക് തരും. അത് വായിക്കുമ്പോഴാണ് ഈ മഹാൻ എന്താണ് പ്രസംഗിച്ചത് എന്ന് മനസ്സിലാവുക. സഭാ അധ്യക്ഷൻ ഡോക്ടർ തീഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിച്ചു. വ്യക്തിപ്രഭാവവും ദർശനങ്ങളുടെ ഔന്നിത്യവും മൂല്യാധിഷ്ഠിത ജീവിതവും കൊണ്ട് സഭയ്ക്കും സമൂഹത്തിനും മാതൃക കാട്ടിയ ധന്യജീവിതമായിരുന്നു വലിയ മെത്രാപ്പോലിത്തയുടേത് എന്ന് മെത്രാപ്പോലിത്ത അനുസ്മരിച്ചു. സഭയിലേക്ക് ചേർക്കപ്പെട്ടതായുള്ള ആളുകളെ പ്രത്യേകം ദേവാലയമൊക്കെ നിർമ്മിച്ച് ആരാധനാ സമൂഹമായിട്ട് കാണപ്പെട്ടതായുള്ള അവസരത്തിൽ അവരെ സഭയുടെ മുഖ്യധാരയിൽ തന്നെ കാണപ്പെടേണ്ടതായുള്ള ആവശ്യകത ഈ സഭയ്ക്കുണ്ട് എന്നൊരു ഉറക്കെ പറയുവാൻ തക്കവണ്ണം സാധിച്ചത് അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലിത്ത തിരുമേനിക്കാണ്. ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത, ഇടവ വികാരി റവറൻ ജോർജ് എബ്രഹാം എന്നിവർ പ്രാർത്ഥന നടത്തി. സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, സീനിയർ വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ, ആൽമായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ സക്രിയ കോമാട്ട് എന്നിവർ പ്രസംഗിച്ചു. വൈദിക ട്രസ്റ്റി റവറൻ ഡേവിഡ് ഡാനിയൽ സഭയുടെ ഉപഹാരം ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിന് നൽകി. കുറിയന്നൂർ സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെയും കുറിയന്നൂർ മാർത്തോമ ഇടവകയുടെയും ഗായക സംഘങ്ങൾ ഗാന ശുശ്രൂഷ നിർവഹിച്ചു. സഭാ കൗൺസിൽ അംഗങ്ങളായ ടെസി എബ്രഹാം, എലിസബത്ത് സെലീന കോശി എന്നിവർ അവതാരകരായിരുന്നു. സഭാ കൗൺസിൽ അംഗങ്ങൾ, വൈദികർ, മണ്ഡല അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഡോക്ടർ തീഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത ന്യൂയോർക്കിലെ വിവിധ ഇടവകളിലെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ യാത്ര പുറപ്പെട്ടു. മെയ് 25 ന്യൂയോർക്ക് എപ്പിഫനി മാർത്തോമ പള്ളിയിലും 26 ബോസ്റ്റൺ കാർമൽ മാർത്തോമ പള്ളിയിലും ഒരുക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് മെത്രാപ്പോലിത്ത നേതൃത്വം നൽകും. ജൂൺ 1 ന്യൂയോർക്ക് സെന്റ് ജോൺസ് മാർത്തോമ പള്ളിയിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്ന മെത്രാപ്പോലിത്ത ജൂൺ 2 എപ്പിസ്കോപ്പൽ സഭ പ്രിസൈഡിംഗ് ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തും. ശ്രോതാക്കളിൽ വ്യത്യസ്ത അനുഭവമൊരുക്കി ദിവ്യ സംഗീതോത്സവം. മാർത്തോമ സൺഡേ സ്കൂൾ സമാജവും DSMCയും ചേർന്ന് തിരുവല്ല VGM ഹാളിൽ സംഘടിപ്പിച്ച സൺഡേ സ്കൂൾ കുട്ടികൾക്കായുള്ള ആരാധന ഗീതങ്ങളുടെ മത്സരത്തിൽ സീനിയർ വിഭാഗത്തിൽ കോട്ടയം ജെറുസലേം മാർത്തോമ ഇടവക സൺഡേ സ്കൂളിന് 1ാം സ്ഥാനം ലഭിച്ചു. വാളകം സെന്റ് തോമസ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ട്രിനിറ്റി ഇടവക സൺഡേ സ്കൂളുകൾ 2ഉം 3ഉം സ്ഥാനങ്ങൾ പങ്കിട്ടു. ജൂനിയർ വിഭാഗത്തിൽ ഇളംകുളം മാർത്തോമ സൺഡേ സ്കൂൾ 1ാമതെത്തി. മുക്കോലയ്ക്കൽ, ബദേൽ, വാളകം സെന്റ് തോമസ് സൺഡേ സ്കൂളുകൾക്ക് 2ഉം 3ഉം സ്ഥാനങ്ങൾ ലഭിച്ചു. സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ മുഖ്യ സന്ദേശം നൽകി. സൺഡേ സ്കൂൾ സമാജം ജനറൽ സെക്രട്ടറി റവറൻ സജേഷ് മാത്യൂസ്, DSMC ഡയറക്ടർ റവറൻ ഉമ്മൻ കെ ജേക്കബ് എന്നിവർ ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു. റവറൻ ജോൺ മാത്യു, റവറൻ സിബു പള്ളിച്ചിറ, മാത്യു കുര്യൻ, TG ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. മധുരസ്മരണകൾ പങ്കുവയ്ക്കാൻ അവർ തിരികെ എത്തി.
സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്ന കാലത്ത് അവർക്കായി വാതിലുകൾ തുറന്നിട്ട തിരുവല്ലയിലെ അക്ഷരമുത്തശ്ശിയുടെ തിരുമുറ്റത്തേക്ക് 115 വയസ്സ് പിന്നിടുന്ന നിക്കോൾസൺ സിറിയൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുക്കിയ പൂർവ്വ വിദ്യാർത്ഥിനി കൂട്ടായ്മ എന്തുകൊണ്ടും സുവിശേഷതയാർന്നതായി ഡോക്ടർ തീഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സനാതന ജീവിത മൂല്യങ്ങൾ വിദ്യാർത്ഥിനികളെ അഭ്യസിപ്പിക്കുവാൻ നിക്കോൾസൺ സ്കൂൾ കാട്ടിയ മാതൃക ശ്ലാഘനീയമാണ് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആത്മാ ചെയർപേഴ്സൺ സിജിയ ബിനു മാനസികാരോഗ്യം മെച്ചപ്പെടുത്തൽ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ഓർമ്മകൾ പങ്കുവയ്ക്കൽ, വിവിധ ഗെയിമുകൾ എന്നിവ സംഗമം സജീവമാക്കി. സഭ ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് ആൻസിൽ സക്കറിയ കോമാട്ട്, വെരി റവറൻ ജോർജ് മാത്യു, മാനേജർ ഗീത ടി ജോർജ്, സ്കൂൾ ബോർഡ് അംഗങ്ങളായ ടിജു എം ജോർജ്, ഡോക്ടർ അന്ന മാത്യു, വിജി മാമൻ, വത്സ ജേക്കബ്, പ്രൊഫസർ ഗീത ആനി ജോർജ്, സ്കൂൾ ചാപ്ലിൻ റവറൻ പ്രകാശ് എബ്രഹാം, പ്രിൻസിപ്പൽമാരായ ജയ സാബു ഉമ്മൻ, മെറിൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ സഭ മുംബൈ കല്യാൺ ഈശോ മാർ തിമോത്തിയോസ് മെമ്മോറിയൽ വെൽഫെയർ സെന്ററിന്റെ സിൽവർ ജൂബിലി സമാപനവും മാർത്തോമ വിദ്യാപീഠിന്റെ പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും ജൂൺ 14 നടത്തും. ഡോക്ടർ തീഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത മുഖ്യ അതിഥിയാവും. സെന്റർ പ്രസിഡന്റ് റവൻ സജി പി സൈമൺ, വൈസ് പ്രസിഡന്റ് ഷിബു പി എബ്രഹാം, കൺവീനർ സജി കെ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകും. മാർത്തോമ സഭയുടെ സംഗീത സംവേദന വിഭാഗമായ DSMCയുടെ ഓഫീസിൽ പുതുതായി ഒരുക്കിയ മാളിയേക്കൽ MC ജോർജ് കശീശ മെമ്മോറിയൽ കോൺഫറൻസ് ഹാളിന്റെ കൂദാശ ഡോക്ടർ തീഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത നിർവഹിച്ചു. സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ, സൺഡേ സ്കൂൾ സമാജം ജനറൽ സെക്രട്ടറി റവറൻ സജേഷ് മാത്യൂസ്, സേവിയർ സംഘം ജനറൽ സെക്രട്ടറി റേച്ചൽ ജോർജ്, തിരുവല്ല സെന്റ് തോമസ് ഇടോ വികാരി റവറൻ മാത്യു വർഗീസ്, DSMC ഡയറക്ടർ റവറൻ ഉമ്മൻ കെ ജേക്കബ്, അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ സ്റ്റീഫൻ സി എബ്രഹാം, ട്രഷറർ അമ്പോറ്റി മാരാമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നിരണം കിഴക്കും ഭാഗം വാഴച്ചിറിയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായി കത്തിയെരിഞ്ഞ നിർധന കുടുംബത്തിന് ഡോക്ടർ തീഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്തയുടെ ജന്മദിന സമ്മാനമായ അഭയ പദ്ധതിയിൽ പുതിയ വീട് സമ്മാനിച്ചു. 2 കിടപ്പ് മുറികൾ, ഹാൾ, അടുക്കള, ടോയ്ലറ്റ് എന്നിവ ഉൾപ്പെടുന്ന വീടിന്റെ കൂദാശ മെത്രാപ്പൊലിത്ത നിർവഹിച്ചു. വീട് കത്തി ചാമ്പലായ വാർത്ത അറിഞ്ഞ മെത്രാപ്പൊലിത്ത കുടുംബത്തെ സന്ദർശിക്കുകയും സഭയുടെ അഭയ പദ്ധതിയിൽ വീട് നിർമ്മിക്കുവാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. 5 സെന്റ് സ്ഥലത്ത് ഒരു ചെറിയ വീട്ടിലായിരുന്നു നിർധന കുടുംബം താമസിച്ചിരുന്നത്. പലകകൾ കൊണ്ട് നിർമ്മിച്ച ചുവരുകളും തകരപ്പാളികളാലുള്ള മേൽക്കൂരയും അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. വീടിനുള്ളിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ, വസ്തു സംബന്ധമായ രേഖകൾ, വ്യക്തിപരമായ രേഖകൾ തുടങ്ങിയവയെല്ലാം കത്തി നശിച്ചു. പെയിന്റിംഗ് തൊഴിലാളിയാണ് ഗൃഹനാഥൻ. അമ്മ ഒരു തുണിക്കടയിൽ ജോലി ചെയ്യുന്നു. സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ, ഭദ്രാസന സെക്രട്ടറി റവറൻ മാത്യൂസ് എ മാത്യു, ബിഷപ്പ് സെക്രട്ടറി റവറൻ KE ഗീവർഗീസ്, റവറൻ തോമസ് മാത്യു, റവറൻ ജിബിൻ വി സാമുവൽ, റവറൻ വിനോദ് ബാബു എന്നിവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. റവറൻ ചാർലി ജോൺസ്, റവറൻ VS കറിയ, സിസി ഷാജി എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസന നേതൃത്വത്തിൽ ഗീവർഗീസ് മാർ അത്തനേഷ്യസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത സ്മാരക പ്രഭാഷണം 24 ശനിയാഴ്ച ഉദിമൂട് മാർത്തോമ പള്ളിയിൽ നടത്തും. രാവിലെ 9:30 ആരംഭിക്കുന്ന സമ്മേളനത്തിൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർണബ സഫ്രഗൻ മെത്രാപ്പൊലിത്ത അധ്യക്ഷനായിരിക്കും. അന്തരങ്ങൾ ഒഴിവാക്കുക എന്ന വിഷയത്തിൽ ഫാദർ ബോബി ജോസ് കട്ടിക്കാട് പ്രഭാഷണം നടത്തും. 2 ദിവസങ്ങളിലായി ഫിലാദൽഫിയ ക്രിസ്തോസ് മാർത്തോമ പള്ളിയിൽ നടന്നു വന്ന മാർത്തോമ സഭ നോർത്ത് അമേരിക്കൻ ഭദ്രാസന വാർഷിക അസംബ്ലി സമാപിച്ചു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. ക്രിസ്തു സാക്ഷികളായി അനുഗ്രഹീത ശുശ്രൂഷകൾ ലോകത്ത് നിർവഹിക്കാൻ കഴിയണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. Most sought out relationship, we are so excited, and this belongs to you, this church belongs to you, this is my dream. One day we would like to serve
in all the churches in this diocese. എപ്പിസ്കോപ്പൽ സ്ഥാനാഭിഷേകത്തിന്റെ 20ാം വാർഷികം ആഘോഷിക്കുന്ന മാർ പൗലോസ് എപ്പിസ്കോപ്പായെ സമ്മേളനം ആദരിച്ചു. 2024-25 വർഷത്തെ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും 2025-26 വർഷത്തെ ബഡ്ജറ്റും സമ്മേളനം പാസാക്കി. മികച്ച ഇടവകകൾക്കുള്ള അവാർഡുകളും മെറിറ്റ് അവാർഡുകളും സമ്മാനിച്ചു. റവറൻ ജോയൽ സാമുവൽ തോമസിനെ ഭദ്രാസന സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. ലൈറ്റ് ടു ലൈഫ് പ്രോജക്റ്റ്, നെയ്ബർഹുഡ് മിഷൻ, ഹോപ്പ് പദ്ധതികൾ അനുകരണീയമാണ് എന്ന് യോഗം വിലയിരുത്തി. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഏബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ സമാപന സന്ദേശം നൽകി. ആഴമേറിയ സമർപ്പണത്തോടെ അർത്ഥവത്തായ പ്രേക്ഷിത ശുശ്രൂഷ നിർവഹിക്കാൻ സുവിശേഷകർക്ക് സാധിക്കണമെന്ന് മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫീലിക്സ് ഉത്ബോധിപ്പിച്ചു. സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സിഹോറ ഈശോ മാർ തിമോത്തിയോസ് ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊമ്പാടി എപ്പിസ്കോപ്പൽ ജൂബിലി ഇൻസ്റ്റിറ്റ്യൂട്ട്, ശിവനാപുരം ഈശോ മാർ തിമോത്തിയോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ ബൈബിൾ പഠന കേന്ദ്രങ്ങളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ സുവിശേഷകർക്കുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം മാരാമൺ മാർത്തോമ റിട്രീറ്റ് സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാർ ഫീലിക്സ് എപ്പിസ്കോപ്പ. വർത്തമാനകാല സാഹചര്യത്തിന്റെ വെല്ലുവിളികളെ മനസ്സിലാക്കി ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രേക്ഷിത ശുശ്രൂഷ നിർവഹിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. സംഘം ജനറൽ സെക്രട്ടറി റവറൻ എബി കെ ജോഷുവ അധ്യക്ഷത വഹിച്ചു. സഞ്ചാര സെക്രട്ടറി റവറൻ ജിജി വർഗീസ്, ട്രഷറർ ഡോക്ടർ എബി തോമസ് വാരിക്കാട്, കൊമ്പാടി എപ്പിസ്കോപ്പൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ കെ സി വർഗീസ്, സൺഡേ സ്കൂൾ സമാജം ജനറൽ സെക്രട്ടറി റവറൻ സജേഷ് മാത്യൂസ്, സുവിശേഷ പ്രസംഗ സംഘം കോർഡിനേറ്റേഴ്സ് റവറൻ സാബു തോമസ്, റവറൻ റൊണാൾഡ് രാജു എന്നിവർ പ്രസംഗിച്ചു. ഓറിയന്റേഷൻ പ്രോഗ്രാം ജൂൺ 2 സമാപിക്കും. ദിവ്യസംഗീത വാരാചരണത്തോടനുബന്ധിച്ച് മാർത്തോമ സഭയുടെ സംഗീത സംവേദന വിഭാഗമായ DSMC കോഴഞ്ചേരി മാർത്തോമ പള്ളിയിൽ ഒരുക്കിയ സേല മെഡിറ്റേഷൻ സംഗീത നിശ ഹൃദയാനുഭവമായി. DSMC ഗായക സംഘം ആലപിച്ച വ്യത്യസ്ത ആത്മീയ ഗാനങ്ങൾ സദസ്സിന് പുത്തൻ അനുഭവം പകർന്നു. കോഴഞ്ചേരി ഇടവ വികാരി റവറൻ ഏബ്രഹാം തോമസ്, DSMC ഡയറക്ടർ റവറൻ ഉമ്മൻ കെ ജേക്കബ്, അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ സ്റ്റീഫൻ സി എബ്രഹാം എന്നിവർ നേതൃത്വം നൽകി. മാർത്തോമ സഭ കോട്ടയം കൊച്ചി ഭദ്രാസന നേതൃത്വത്തിൽ ഇടവക വികാരിമാർ, വൈസ് പ്രസിഡന്റുമാർ, ട്രസ്റ്റികൾ, സെക്രട്ടറിമാർ, ആത്മായ ശുശ്രൂഷകർ, ഭദ്രാസന അസംബ്ലി മണ്ഡല അംഗങ്ങൾ എന്നിവരുടെ യോഗം വിവിധ സെന്ററുകളിൽ നടത്തി. ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ, ഭദ്രാസന സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം, സഭാ ഫിനാൻസ് മാനേജർ റവറൻ സുബിൻ സാം മാമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മല്ലപ്പള്ളി വെസ്റ്റ് ഈസ്റ്റ് സെന്റർ യോഗം പരക്കത്താനം ആശാഭവനിലും, കോട്ടയം, പുതുപ്പള്ളി, വാഴൂർ, കുമിളി സെന്ററുകളിലെ യോഗം മാങ്ങാനം സെന്റ് പീറ്റേഴ്സ് പള്ളിയിലും ചേർന്നു. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്താഴ്ച വീണ്ടും കാണാം. മാർത്തോമ വിഷനിലൂടെ. ഷാലോം.